1 vs 4 ക്ലിപ്പാണ് ഇത്. എന്റെ ഫ്രണ്ടിൽ കാണാൻ പാറയില്ല, പാറയുടെ പുറത്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ പോച്ചിങ്ങിന്റെ ചർച്ചിൽ നടുക്കുള്ള പാറയാണേ. അവനെ അടിച്ചിട്ട് ഹീൽ ചെയ്തോണ്ടിരുന്ന ടൈമിൽ ചർച്ചിന്റെ റൂട്ട് എടുത്ത് വന്നേ. ജസ്റ്റ് ഒന്ന് പ്രീഫയർ ചെയ്തിട്ട് മോളി അങ്ങ് കുക്ക് ചെയ്തിട്ടു. അവനെന്തായാലും അവിടെ നിന്ന് ഓടാണ്ടൊരു വേറെ വഴിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ തന്നെ സ്കോപ്പ് ചെയ്തോണ്ടിരിക്കുകയാണ്. റൂഫിൽ വന്ന പ്ലെയർ നമ്മൾ ഓൾറെഡി നോക്കട്ടല്ലോ. സോ ചർച്ചിന്റെ ഉള്ളിലോട്ട് കയറി ഒരു ഡ്രിങ്ക് ഒക്കെ അടിച്ച് ഫുൾ ബൂസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണേ. ഇവനിത് എവിടെ നിന്ന് വന്നു അറിയാൻ പാടില്ല. ചർച്ചിന്റെ റൂഫിലുണ്ടായിരുന്നവൻ നമ്മൾ ഒരു തവണ നോക്കാക്കിയതല്ലേ. അപ്പം നോക്കാക്കിയവൻ ഇവൻ എന്തായാലും പൊക്കി കാണും. ഞാനൊരു മൂലക്കോട്ട് മാറി കിടന്ന് സെൽഫ് പ്രൂവ് ആയേ. ഞാനാണെങ്കിൽ ഫുൾ ഹീൽ ചെയ്യാൻ വേണ്ടി മൂലയ്ക്ക് വന്ന് കയറിക്കോട്ടെ. സപ്പോർട്ടിന്റെ ടീമേറ്റിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് വെച്ചാൽ ഭയങ്കര അടി. ഞാൻ ഇവനെ നോക്കേണ്ട സമയത്ത് തന്നെ ലെഫ്റ്റ് സൈഡ് എഡ്ജിൽ കൂടെ വെച്ചും വന്ന ടീമേറ്റിനെ നോക്കാക്കി. ഞാൻ അവനെ ഒന്നും നോക്കിയില്ല, ഓപ്പണിലൊക്കെ പുഷ് ചെയ്തു. കസ്റ്റമാൻ്റെ മൂവ്മെന്റ് സ്പീഡ് നൈസ് അല്ലായിരുന്നു. പക്ഷേ വൺ സൈഡ് മൂവ്മെന്റ് ഇട്ടാലും എന്ത് മൂവ്മെന്റ് ഇട്ടാലും നമ്മുടെ അടിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.